അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ രോഗിയുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 4 ദിവസമായിട്ട് ഒരു മരണഭയം എന്നെ ഇങ്ങനെ പിടികൂടിയിരിക്കുകയാണ്. അച്ഛാ, എനിക്ക് അങ്ങനെ ഒന്നുമില്ലായിരുന്നു. എന്തോ ഇപ്പം 4 ദിവസമായിട്ട് വല്ലാത്തൊരു മരണഭയം. ഞാൻ എത്ര ശ്രമിച്ചിട്ട് അത് പോകുന്നില്ല. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു, ദൈവം നമുക്ക് തന്ന ഈ മാനുഷിക ജീവൻ, ഇത് മാനുഷിക ജീവനാണ്. ഈ മാനുഷിക ജീവൻ ഏത് സമയത്തും ദൈവം പിൻവലിക്കുന്നതാണ്, നമുക്ക് നഷ്ടപ്പെടുന്നതുമാണ്. ഹല്ലേലൂയ. അത് ഈ മാനുഷിക ജീവൻ ഏത് സമയത്തും നഷ്ടപ്പെടുന്ന ഒന്നായതുകൊണ്ടാണ് ആ മാനുഷിക ജീവൻ്റെ അകത്ത് മരണവും ഉണ്ട്. ഹല്ലേലൂയ. അത് മാനുഷിക ജീവൻ്റെ പ്രത്യേകതയാണ്. ഏത് സമയത്തും അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മാനുഷിക ജീവനെ ചേർത്ത് വെച്ച് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് മരണഭയം കടന്നു വരും. എന്നാൽ ഇയാളൊരു കാര്യം മനസ്സിലാക്കുക, ഈ മാനുഷിക ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ഏതെങ്കിലും ഒരു ദാനം തന്നിട്ട് ആ ദാനത്തെ ദൈവം പിൻവലിക്കുന്നത് എപ്പോഴും അതിനേക്കാൾ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ തന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. എന്നാൽ ദൈവം തരാൻ പോകുന്ന ഏറ്റവും നല്ലതിന് ഈ നല്ലത് തടസ്സമാണ്. അതുകൊണ്ട് ദൈവം ഈ നല്ലതിനെ എടുത്തു മാറ്റുന്നു. എന്തിന്? ഏറ്റവും നല്ലത് തരാൻ വേണ്ടി. ഒന്ന് കൈയടിച്ചേ. ഇത്രയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ദൈവം തന്ന ഈ മാനുഷിക ജീവനെ ദൈവം പിൻവലിക്കുമ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഈ മാനുഷിക ജീവൻ്റെ അകത്ത് മരണമുണ്ട്. അതിനെ ദൈവം പിൻവലിക്കുന്നത് ഒരിക്കലും മരിക്കാത്ത നിത്യജീവനെ തരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ മാനുഷിക ജീവനെ ദൈവം എടുക്കുന്നത് ഒരിക്കലും മരിക്കാത്ത നിത്യജീവൻ പകരം തരാൻ വേണ്ടിയിട്ടാണ്. മരണം എന്ന് പറയുന്നത് ജീവൻ്റെ കൈമാറ്റമാണ്. മരണമുള്ള ഈ മാനുഷിക ജീവനെ ദൈവം ഏറ്റെടുത്തിട്ട് ഒരിക്കലും മരിക്കാത്ത നിത്യജീവനെ നമുക്ക് പകരം തരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് മരണം ജീവൻ്റെ കൈമാറ്റം നടക്കുന്ന ഒരു വേദിയാണ്, സന്ദർഭമാണ്. ഒന്ന് കൈയടിച്ചേ. അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്ത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് പോന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഭയമൊക്കെ പോയി. ഇപ്പം ഞാൻ എപ്പോഴാണ് ദൈവം നിത്യജീവൻ തരുന്നത് നോക്കി ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നുകൂടെ കൈയടിച്ചേ. പ്രിയപ്പെട്ടവരെ, ജനനവും മരണവും ദൈവം എടുക്കുന്ന തീരുമാനമാണ്. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടൊരു കാര്യമാണ്. ജനനവും മരണവും ദൈവം എടുക്കുന്ന തീരുമാനമാണ്. അതുകൊണ്ട് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഭാഷയിൽ പറയും, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, വെള്ളത്തിൽ പോയി മരിച്ചു, വണ്ടി ഇടിച്ച് മരിച്ചു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരു വിശ്വാസിയുടെ ഭാഷ അതല്ല. വിശ്വാസിയുടെ ഭാഷ ജോബ് പറഞ്ഞ പോലെയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു. അതാണ് കാര്യം. ദൈവമാണ് എടുത്തിരിക്കുന്നത്.
അത് ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ടോ വെള്ളത്തിൽ പോയതുകൊണ്ടല്ല ഒരാൾ മരിക്കുന്നത്. വെള്ളത്തിൽ പോയതുകൊണ്ട് മരിക്കണമെന്നില്ലല്ലോ, ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് മരിക്കണമെന്നില്ലല്ലോ, കൊറോണ വന്നതുകൊണ്ട് മരിക്കണമെന്നില്ലല്ലോ. നമ്മളൊക്കെ ജീവിച്ചിരിപ്പില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനനവും മരണവും ദൈവം എടുക്കുന്ന തീരുമാനമാണ്. അതുകൊണ്ട് അത് അങ്ങനെ വേണം നമ്മളതിനെ കാണാൻ. അതിനെ നമ്മൾ രോഗവുമായി ബന്ധപ്പെടുത്തി കാണരുത്. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ രോഗവുമായി ബന്ധപ്പെടുത്തി കാണരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അത് ദൈവം എടുത്തു എന്ന് പറയുന്നൊരു വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസ വചനമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം നമ്മൾ ഉച്ചരിക്കുമ്പോഴാണ് അവിടെ സൗഖ്യമൊക്കെ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അപ്പം പലപ്പോഴും മരണം വഴി നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ വളരേണ്ട ഒരു സന്ദർഭമാണ്. പക്ഷേ സാത്താൻ അത് ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് അകലാൻ നമ്മുടെ തലയ്ക്കകത്ത് ചില നുണച്ചിന്തകൾ കൊണ്ടുവന്ന് പാകും. അത് നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഒരിക്കലൊരു സഹോദരൻ അത് എന്നോട് പറയുകയാണ്, എൻ്റെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് ജോസേ ജോസേ എന്ന് 3 പ്രാവശ്യം വിളിച്ചു. എൻ്റെ അച്ഛ, ആ സമയത്ത് ഞാനവിടെ ഇല്ലാതെ പോയി. അങ്ങനെ എൻ്റെ അപ്പൻ എന്നെ കാണാതെ ദുഃഖിച്ചാണ് മരിച്ചത്. പ്രിയപ്പെട്ടവരെ, 18 വർഷമായി ഈ മനുഷ്യൻ ഈ ദുഃഖത്തിൻ്റെ കുറ്റബോധത്തിൽ കിടക്കുക. ഇങ്ങനെയാണ് ചെകുത്താൻ വിജയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരിക്കലൊരു സഹോദരി പറഞ്ഞു, രാത്രി 12 മണിയായപ്പോൾ ഭർത്താവ് പറഞ്ഞു നെഞ്ചിനൊരു വേദന. ഉടനെ ഭാര്യ പറഞ്ഞു, നമുക്കിപ്പോൾ തന്നെ കാറ് വിളിക്കാം, ഹോസ്പിറ്റലിൽ പോകാം. ഭർത്താവ് പറഞ്ഞു, വേണ്ടേ, 3-4 മണിക്കൂർ കഴിയുമ്പോൾ നേരം വിളിക്കും, അപ്പോൾ പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ 3 മണിയായപ്പോഴേക്കും ആൾ മരിച്ചു. അപ്പോഴേക്കും ഭാര്യയുടെ മനസ്സിൽ, ഞാൻ ആ സമയത്ത് കാറ് വിളിച്ചിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുകയില്ലായിരുന്നു, ഞാൻ വിളിച്ചില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് അവളുടെ മനസ്സിൽ, ഭർത്താവ് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വിളിക്കാത്തത്, അവിടെ നിൽക്കുന്നില്ല ചിന്ത. അവിടെ ചിന്ത ഇങ്ങനെ പോവുകയാണ്. ഭർത്താവ് ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴേ ചായ എടുക്കട്ടെ എന്ന് ഞാൻ ചോദിക്കും. വേണ്ടടി എന്ന് ഭർത്താവ് പറയും. ഞാനത് ശ്രദ്ധിക്കാറില്ല. ഞാൻ പോയി ചായ എടുത്തുകൊണ്ട് കൊടുക്കും, പുള്ളി കുടിക്കുകയും ചെയ്യും. ഈ അനുഭവമുള്ള ഞാൻ എന്തുകൊണ്ട് ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചില്ല? ഉണ്ടോ? 16 വർഷമായിട്ട് കുറ്റബോധത്തിനകത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മരണത്തിൻ്റെ ഉത്തരവാദി വേറെ വിധത്തിൽ ഞാനാണെന്ന് ഇങ്ങനെ തലയ്ക്കകത്ത് കൊണ്ടുവന്നിട്ട് കുറ്റബോധത്തിലിരിക്കുക. ഇതൊരു പൈശാചിക പീഡയാണ്. മരണത്തിന് നീയുമായിട്ട് ഒരു ബന്ധവുമില്ല, അത് ദൈവം എടുക്കുന്ന തീരുമാനമാണ്. ഹല്ലേലൂയ. വേറൊരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും കൂടിയും കൊച്ചിന് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അവർ ഡോക്ടറെ കാണിക്കാനുള്ള ചീട്ടും എടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കൂട്ടുകാരൻ്റെ ഒരു വിളി. കൂട്ടുകാരൻ ചോദിച്ചു, എടാ നീ ഇപ്പോൾ എവിടെയാ? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ആശുപത്രിയിലാണ്. ആ, എന്തു പറ്റി? കൊച്ചിന് സുഖമില്ലാത്തതുകൊണ്ട് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, ഏത് ആശുപത്രിയിലാണ്? അത് ഇന്ന ആശുപത്രിയിലാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എടാ അവിടെ കാണിക്കണ്ടടാ, നീ ഇന്ന ആശുപത്രി കൊണ്ടുപോകും. അപ്പോൾ ഇയാൾ ആ പട കൺഫ്യൂഷനായി. ഭാര്യയോട് ചോദിച്ചു, എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഭാര്യ പറഞ്ഞു, നമ്മളേതായാലും ചീട്ടെടുത്തില്ലേ, നമുക്കിവിടെ കാണിക്കാം. എന്നിട്ട് 2 ദിവസമായിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് വേറെ ആശുപത്രിയിൽ പോകാം. അവരങ്ങനെ ഉറച്ചു. എന്തായാലും 2.5 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചു മരിച്ചു. അപ്പോഴേക്ക് ഇയാളുടെ മനസ്സിൽ കുറ്റബോധമായി. ചിലപ്പോൾ ദൈവമായിരിക്കും ആ സമയത്ത് വിളിച്ചു പറഞ്ഞ് വേറെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട്. ഞാനത് കൊണ്ടുപോയില്ലല്ലോ, അപ്പം ഞങ്ങൾ മൂലമല്ലേ കൊച്ചു മരിച്ചത്? കുറ്റബോധം തനിക്കകത്ത് കയറിയിരിക്കുക. ഈ കുറ്റബോധത്തിനകത്ത് ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വന്ന് വചനമെല്ലാം കേട്ട് ജനനവും മരണവും
ദൈവം എടുക്കുന്ന തീരുമാനമാണ്. അതിനെ വേറെ യാതൊന്നുമായി, രോഗമായിട്ടോ വേറെ ഏതെങ്കിലും സാഹചര്യങ്ങളായിട്ടോ നമ്മൾ കൂട്ടിക്കലർത്തരുത്. ഹല്ലേലൂയ. അപ്പോൾ ചിലരെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരും, അയ്യോ ഞങ്ങൾ ആ ആശുപത്രി കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ, അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. ഇതൊക്കെ നിൻ്റെ തലയിൽ കുറ്റബോധമുണ്ടാക്കി നിന്നെ പീഡിപ്പിക്കുന്ന, നിൻ്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന ചിന്തയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തയിൽ നിന്റെ മനസ്സിനെ ഉടക്കി 2, 3, 4, 5, 10, 16, 18 വർഷങ്ങളൊക്കെ ആയി ചിലരുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റബോധം കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. ഈശോ കുരിശിൽ മരിച്ചപ്പോഴേക്കും ശിഷ്യന്മാർക്ക് വലിയ നഷ്ടബോധത്തിൻ്റെ വേദനയുണ്ടായി. എന്നാൽ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാർക്ക് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. 40 ദിവസത്തോളം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ഈ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവർക്ക് സന്തോഷമായി. ആ ദുഃഖമൊക്കെ അവർക്ക് വിട്ടുപോയി. അതിനുശേഷം യേശു അവർ കാണുക തന്നെയാണ് സ്വർഗാരോഹണം ചെയ്യുന്നത്. യേശു സ്വർഗാരോഹണം ചെയ്ത ഉടനെ തന്നെ ഈ ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ സെഹിയോൻ കുരിശായിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. 10-ാം ദിവസം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. ആത്മാവ് എഴുന്നള്ളി വന്നതോടുകൂടി സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധം, അകലം ഇല്ലാതായി. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലം ഇല്ലാതായി. പിന്നെ അവർക്ക് യേശുവിനെ അങ്ങ് വിദൂരത്തിലല്ല അവർ കാണുന്നത്. ഹല്ലേലൂയ. യേശു ശരീരത്തോടുകൂടി അവരുടെ കൂടെ നടന്നതിനേക്കാളും ആഴത്തിൽ ഈശോയുമായിട്ടുള്ള ഒരു ബന്ധം പരിശുദ്ധാത്മാവ് വഴി അവരുടെ ഉള്ളിൽ ഉറപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. പിന്നെ ആ നിമിഷം തൊട്ട് എല്ലാം ഈശോയോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, ദൈവത്തിൻ്റെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരണം വഴി വേർപിരിഞ്ഞാൽ അതിന് പകരം അവിടുന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നുണ്ട്. ഈ ആത്മാവ് നമുക്കെല്ലാ നഷ്ടത്തെയും പരിഹരിച്ചു തരും. ആത്മാവ് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കും, അകലത്തെ ഇല്ലാതാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണം വഴി വേർപിരിഞ്ഞു പോയ വ്യക്തികൾ ശരീരം കൊണ്ടുള്ള ശുശ്രൂഷ അവസാനിച്ചു. പക്ഷേ അവർക്ക് പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ സഹായിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെയൊക്കെ കബറിടത്തിൽ പല അത്ഭുതങ്ങൾ നടക്കുന്നത്. ദൈവാത്മാവിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണം വഴി വേർപിരിഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ ആത്മഹത്യയാണ് നടക്കുക. പ്രിയപ്പെട്ടവരെ, ശരീരത്തിന് രോഗമുള്ളതുപോലെ തന്നെ മനസ്സിനും രോഗമുണ്ട്. മനസ്സിൻ്റെ രോഗം ശരീരത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ആത്മഹത്യ ചെയ്ത കേസുകളിൽ നമ്മൾ ആരെയും കുറ്റം വിധിക്കാൻ പോകണ്ട. ഒന്ന് കൈയടിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, ഈ ആത്മഹത്യ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ശരീരം പരിശോധിച്ചപ്പോഴൊക്കെ അവരുടെ ശരീരത്തിൽ CRH എന്ന ഹോർമോൺ സാധാരണ മരിക്കുന്ന വ്യക്തികളുടെ ശരീരത്തെക്കാളും കൂടുതലായി ഒരു 10%-ലധികമായിട്ട് 10-15% ആത്മഹത്യ ചെയ്ത വ്യക്തികളുടെ ബോഡിയിൽ കാണപ്പെടുന്നു. ഈ CRH എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പത്തലാമസിൽ നിന്ന് വരുന്ന ഹോർമോണാണ്. ഹല്ലേലൂയ. അത് അതിശക്തമായ പിരിമുറുക്കം,
അതിശക്തമായ ടെൻഷൻ. അപ്പോഴാണ് ഈ CRH റിലീസ് ചെയ്യപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എത്രയോ മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് അവർ സഞ്ചരിച്ചത് എന്ന് മനസ്സിലാക്കുക. അത് ശരീരത്തിലുണ്ടാക്കിയിരിക്കുന്ന വ്യത്യാസവും വളരെ വലുതാണ്. അവിടെ നമ്മൾ അവരെ കുറ്റം വിധിക്കാൻ പോകണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മഹത്യ ചെയ്യുന്ന നിമിഷത്തിലുമൊക്കെ അവരുടെ സ്വയം തീരുമാനത്തിന് ശക്തിയൊക്കെ വളരെ ദുർബലമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ആത്മഹത്യാ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവരോടങ്ങ് ക്ഷമിക്കുക. 2, അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കുക. 3-ാമതായിട്ട് നമ്മളവരെ ഈശോയുടെ കയ്യിൽ കൊടുക്കുക. നമ്മൾ വേറെ യാതൊന്നിനോടും ചേർത്ത് വെച്ച് നമ്മളതിനെ വ്യാഖ്യാനിക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ ചില അന്ധവിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് കളയണം. ചില ആളുകൾ പ്രചരിപ്പിക്കും മരിച്ചുപോയ ആൾ ഭൂമി കൂടെ നടപ്പുണ്ട് എന്നൊക്കെ. അതൊരു നുണച്ചിന്തയാണ്. മരിച്ചുപോയ ഒരാത്മാവും ഭൂമി കൂടെ നടക്കുകയില്ല. ഹല്ലേലൂയ. കാരണം അവർക്ക് ഈ ഭൂമിയിൽ യാതൊരു ശുശ്രൂഷയുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പരത്തുന്ന ആളുകളുണ്ട്. അതൊക്കെ ചിലരെ മാനസിക രോഗത്തിലേക്ക് തന്നെ വഴിതെളിക്കുകയും ചെയ്യും. അതൊരിക്കലും അത് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പോകരുത്. പിന്നെ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട മറ്റൊന്നാണ് മരണം വഴി വേർപിരിഞ്ഞു പോയ വ്യക്തിക്ക് അവരെ ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക, കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക, സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ മരിച്ചത് എങ്ങനെയാണെന്ന് നോക്കിക്കുകയും, പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ വ്യക്തികളും സ്വന്തം ആത്മാവിനെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതാണ് മരണം. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമ്മൾ നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ അത് നമുക്ക് അങ്ങനെ സമർപ്പിക്കാനുള്ള അവസരം ദൈവം മരണത്തിൽ തരുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മയെക്കാളും അപ്പനേക്കാളും സ്നേഹിക്കുന്ന ദൈവപിതാവിൻ്റെ കയ്യിലേക്കാണ് ഈ വ്യക്തി പ്രവേശിച്ചിരിക്കുന്നത്. അങ്ങനെ മരിച്ച വ്യക്തി ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ആത്മഹത്യയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള ഭയവുമൊക്കെ നമ്മളെ പല വിധത്തിൽ വരും. അതുകൊണ്ട് ആത്മഹത്യ നടന്ന കുടുംബത്തിലെ അംഗങ്ങൾ ലോകമെമ്പാടും ആത്മഹത്യാ പ്രവണതയുള്ള എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ കുടുംബത്തിലെ ആത്മഹത്യ ചെയ്ത വ്യക്തികളെ ഓർക്കുമ്പോഴൊക്കെ, ദൈവമേ, ലോകമെമ്പാടും ആത്മഹത്യാ പ്രവണത കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. അതുപോലെ ഈശോയുടെ രക്തം കൊണ്ട് അവരെ കഴുകണമേ എന്ന് പറഞ്ഞ് അങ്ങനെ ആത്മഹത്യാ പ്രവണതയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെയും, ഒരു വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ കാണണം, ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അമ്മയെക്കാൾ സ്നേഹിക്കുന്ന തമ്പുരാൻ്റെ കരങ്ങളിലാണ്, തോളത്താണ് ആ വ്യക്തി കിടക്കുന്നത് എന്ന്. ഇപ്പോൾ ഒരു കൊച്ചു കരയുകയാണ്. അപ്പോൾ ഭാര്യ ആ കൊച്ചിനെ എടുത്ത് കൊച്ചിൻ്റെ അപ്പൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ ഭാര്യ കൊച്ചിനെ അപ്പൻ്റെ കയ്യിലേക്ക് കൊടുത്തല്ലോ എന്നോർത്ത് സങ്കടപ്പെടാറില്ലല്ലോ. തൻ്റെ കയ്യിലിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലതാണ് അവിടെ ഇരിക്കുന്നത് എന്നൊരു ബോധമല്ലേ ഉണ്ടാകുക. ഹല്ലേലൂയ. ഇതുപോലെ ആയിരിക്കണം മരണം കഴിഞ്ഞു പോയ വ്യക്തികളെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത്. അവർ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. അവർക്കിനി ഈ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകളോ ഒന്നുമില്ല. ഹല്ലേലൂയ. ഇവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ലാത്തൊരു വീടാണ്. ആ വീട്ടിലെ ഒരു സഹോദരിയെ ഫോർട്ട് കൊച്ചിയിലാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത്.
അവർക്ക് 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയുമുണ്ട്. അതിൽ ഒരു പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ആദ്യ കുർബാന സ്വീകരണം വല്ലാർപാടം പള്ളിയിൽ വെച്ച് നടത്താൻ അവർ നേർച്ച നേർന്നു. അങ്ങനെ പ്രായപൂർത്തിയൊക്കെ ആയി. അപ്പോൾ ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ച് അവരെ ഒരുക്കി. പെരുന്നാൾ ദിവസമാണ് ആദ്യ കുർബാന സ്വീകരണം വെച്ചത്. അങ്ങനെ പെരുന്നാൾ ദിവസം ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ വെള്ളവസ്ത്രമൊക്കെ ധരിപ്പിച്ച് അവർ ഈ കുട്ടികളെയും കൊണ്ട് വല്ലാർപാടം പള്ളിയിലേക്ക് പോയി. ബോട്ടിനാണ് പോകുന്നത്. അവിടെ ചെന്നു. അങ്ങനെ കുർബാന സ്വീകരണമെല്ലാം കഴിഞ്ഞു. ഈശോയ്ക്ക് നന്ദിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞ് ബോട്ടിന് അവർ വീട്ടിലേക്ക് മടങ്ങി. ബോട്ടിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പെരുന്നാളിന് വന്ന ആളുകളൊക്കെ ഈ ബോട്ടിൽ കയറിയത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ബോട്ട് മറിഞ്ഞു. ഏതാണ്ട് 12ഓളം ആളുകൾ മരിച്ചു. ആ മരിച്ച കൂട്ടത്തിൽ ആദ്യ കുർബാന സ്വീകരിച്ച ഈ മകനും മകളും മരിച്ചുപോയി. ഈ മരണം അങ്ങോട്ട് കഴിഞ്ഞതോടെ ഈ കൊച്ചിൻ്റെ അമ്മയ്ക്ക് അതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഉറക്കമില്ല, ഭയങ്കര ദുഃഖമായി. തന്നെയുമല്ല, അവർക്ക് പിന്നെ പള്ളി, ദേവാലയം, കുർബാന ഇതൊന്നും കേൾക്കുന്നതേ ഇഷ്ടമല്ല. പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഒരവസ്ഥയിലായി. അവരിലേക്ക് തന്നെ പയ്യെ അങ്ങ് ചുരുങ്ങി. മറ്റുള്ളവരോട് മിണ്ടാട്ടമൊക്കെ നിന്നു. കുറേ കഴിഞ്ഞപ്പോഴേക്കും ഒരു രോഗിയാകും എന്നൊരവസ്ഥ വരെയായി. അപ്പം എല്ലാവർക്കും പ്രയാസം ഉണ്ടാകുമ്പോൾ ദൈവത്തെ വിളിച്ചാണ് അതൊന്ന് ആശ്വാസം തേടുന്നത്. ഈ സഹോദരി പറയാണ്, എനിക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റുന്നില്ല, കാരണം ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ. ഹല്ലേലൂയ. അങ്ങനൊരു സാഹചര്യത്തിൽ ഇവളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ കൂടി നിർബന്ധിച്ച് പിടിച്ച് ഇവളെ ഒരു ധ്യാന മന്ദിരത്തിൽ കൊണ്ടുപോയി. അങ്ങനെ ധ്യാനം കൂട്ടിച്ചു. ധ്യാനത്തിന് ചെന്ന ആദ്യ ദിവസം തന്നെ ദൈവം ഇവളോട് സംസാരിച്ചു. ദൈവം ഇങ്ങനെ ചോദിച്ചു, നിൻ്റെ 2 കുട്ടികളും എന്നെ സ്വീകരിച്ചതിന് ശേഷമല്ലേ മരിച്ചത്? അതെ. അവർ ആ വിശുദ്ധമായ ഹൃദയവും മനസ്സും ഓടുകൂടിയല്ലേ മരിച്ചത്? അതെ. അങ്ങനെയാണെങ്കിൽ അവർ സ്വർഗത്തിൽ എൻ്റെ അടുക്കൽ ഉണ്ടെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, കർത്താവേ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം അവർക്ക് പാപം ചെയ്യാനൊന്നും ഒരു സമയം പോലും കിട്ടിയിട്ടില്ല. നിന്നെ സ്വീകരിച്ച സമയം കഴിഞ്ഞ ശേഷം അവർ മരിച്ചത്. അതുകൊണ്ട് അവർ സ്വർഗത്തിലുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞു, നിൻ്റെ വിശ്വാസം ശരിയാണ്. ആ 2 പിള്ളേരും എൻ്റെ അടുക്കലുണ്ട്. പിന്നെ നീ ഇവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞ് കരയുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ആ 2 കുട്ടികളെയും കുറച്ച് നാളത്തേക്ക് ഈ ഭൂമിയിലേക്ക് ജീവൻ നൽകി അയക്കാം. അങ്ങനെ ഞാൻ അയക്കുകയാണെങ്കിൽ അവരെത്ര കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കണം? അപ്പോൾ ഈ സഹോദരി മനസ്സുകൊണ്ട് വിചാരിച്ചത് അടിച്ച് കോളായിപ്പോയല്ലോ. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഈശോയെ, അങ്ങനെ നീ അയക്കുകയാണെങ്കിൽ ഒരു 100 വർഷം അവരിവിടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, 100 വർഷത്തെ ആയുസ് നൽകി അവരെ വിടാം. പക്ഷെ ഒരു കാര്യം, ഇപ്പോൾ അവരിയ്ക്കുന്നത് സ്വർഗത്തിലാണ്. 100 വർഷം കഴിയുമ്പോൾ അവരെ തിരിച്ച് സ്വർഗത്തിൽ ഇതേ സ്ഥലത്ത് എത്തിച്ചു കൊള്ളാമെന്ന് ഒരുറപ്പ് തരാമെന്ന് ചോദിച്ചു. അപ്പം ഈ സഹോദരി പറഞ്ഞു, കർത്താവേ, അതൊന്നും എന്നെക്കൊണ്ട് പറ്റിയല്ല. പിള്ളേർ വളർന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടൊക്കെ പോകണമെന്ന് ആർക്കറിയാം. ഹല്ലേലൂയ. അപ്പം ഈശോ ചോദിച്ചു, ഇതാണോ നിൻ്റെ സ്നേഹം? സ്വർഗത്തിലിരിക്കുന്ന അവരെ പിടിച്ച് ഈ ഭൂമിയിലാക്കിയിട്ട് വല്ല നരകത്തിലും ചെന്ന് വീഴുക, അതാണോ നീ ആഗ്രഹിക്കുന്നത്? ഇതാർക്ക് വേണ്ടിയിട്ട്? എന്തോ ഒരു വെളിച്ചം അവളുടെ ഉള്ളിലേക്ക് കയറി. അവളെ നെറ്റ് നിലത്ത് മുട്ടിയിട്ട് പറഞ്ഞു, കർത്താവേ, അവരവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അങ്ങനെ ആ മരണത്തെ അവൾ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത് ആദ്യമായി ഹൃദയത്തിനുള്ളിൽ അക്സെപ്റ്റ് ചെയ്തു. അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തപ്പോഴേക്ക് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. അവളുടെ ഭാരമെല്ലാം പോയി. പിന്നെ അവൾക്ക് തൻ്റെ കൊച്ചുങ്ങളെ, തൻ്റെ 2 മക്കളെക്കുറിച്ചുള്ള ഓർമ്മ സ്വർഗത്തെക്കുറിച്ചുള്ള ഓർമ്മയായി, അത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയായി. അങ്ങനെ മക്കളെക്കുറിച്ചുള്ള ഓർമ്മ പരിശുദ്ധമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് എപ്പോഴും ഒരു പ്രാർത്ഥനാപരമായ ഒരു അന്തരീക്ഷം അവളുടെ ഉള്ളിൽ അത് ഉണ്ടാക്കി കൊടുത്തു. ഹല്ലേലൂയ. എന്തെന്നില്ലാത്ത ദൈവികമായ ആനന്ദം അവളുടെ ഉള്ളിലുണ്ടായി. ഹല്ലേലൂയ. കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസം ഈ സഹോദരി കോട്ടയം ആശ്രമത്തിൽ വന്നപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഈശോ തന്ന ആ സൗഖ്യമൊക്കെ ഒന്ന് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ ആ സഹോദരി സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞങ്ങ് തീർന്നില്ല. കേട്ടുകൊണ്ടിരുന്ന ആളുകളിൽ ഒരു 5-6 പേര് എഴുന്നേറ്റ് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ഛാ, ആ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കുവേ വർഷങ്ങളായി ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ദുഃഖം വിട്ടുപോയി. അമ്മ മരിച്ചതിന് ദുഃഖം, കൊച്ചു മരിച്ചതിന് ദുഃഖം, ഇങ്ങനെ ദുഃഖം വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പം ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, ഇനി സമയം കിട്ടുമ്പോൾ ഇതുപോലെ വന്ന് സാക്ഷ്യം പറ. അപ്പോൾ അവർ ഇടയ്ക്കൊക്കെ വരും, സാക്ഷ്യം പറയുമ്പോഴൊക്കെ ഇതുപോലെ ഒട്ടേറെ പേർക്ക് സൗഖ്യം കിട്ടും. അങ്ങനെ കോട്ടയിലെ ധ്യാന മന്ദിരത്തിൽ മാത്രമല്ല, അവർ മറ്റ് ധ്യാന മന്ദിരങ്ങളിലും ഇന്ത്യക്ക് വെളിയിലുമൊക്കെ പോയി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദിവസം ഈ സഹോദരി വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്കങ്ങനെ വേറെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എന്നാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് തന്ന ഈ 2 കുട്ടികളുടെ മരണം, അത് ഞാൻ അതോടുകൂടി എന്നേക്കുമായി നശിച്ചു പോകേണ്ടതായിരുന്നു. എന്നാൽ കർത്താവ് എനിക്ക് സൗഖ്യം തരിക മാത്രമല്ല, ഇപ്പോൾ ആ സംഭവം ഒരു സുവിശേഷ വേലയാക്കി എനിക്ക് തന്നിരിക്കുന്നു. ഞാനിപ്പോൾ ആ സംഭവം സാക്ഷ്യപ്പെടുത്തിയാണ് സുവിശേഷ വേല ചെയ്യുന്നത്. അനേകം ദുഃഖിതരായിട്ടുള്ള വ്യക്തികളെ ആ സംഭവത്തിലൂടെ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ ഈശോ എന്നെ ഉപയോഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ്. നമ്മുടെ ജീവിതത്തിലെ ഈ തകർച്ചകളൊക്കെ ഉണ്ടല്ലോ, ഈശോ അതിൽ ഇടപെടുകയും സൗഖ്യം തരികയും ചെയ്യുമ്പോൾ അത് ഒരു സുവിശേഷ വേലയാക്കി ഈശോ നിനക്ക് തരും. ഹല്ലേലൂയ. അനേകരെ ഈശോയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സുവിശേഷ വേലയാക്കി നമ്മുടെ എല്ലാ തകർച്ചകളെയും പരാജയങ്ങളെയും കർത്താവ് അത് ഉപയോഗിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഈ ധ്യാനമന്ദിരത്തിൻ്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഈ ചാലക്കുടിയിലുള്ള ഒരു ജോർജ് ചുള്ളിയാടൻ എന്ന് പറഞ്ഞൊരാളാണ്. ഹല്ലേലൂയ. അദ്ദേഹം ഈ ചാലക്കുടിയിലെ നമ്പർ 1 മദ്യപാനിയായിരുന്നു. നമ്പർ 1. ഹല്ലേലൂയ. പക്ഷേ ഈശോ അദ്ദേഹത്തെ തൊട്ട് കഴിഞ്ഞപ്പോൾ അതെല്ലാം അദ്ദേഹം പിന്മാറുക മാത്രമല്ല, പിന്നെ ഉള്ള ജീവിതം അദ്ദേഹം ഇങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ ഈ ധ്യാനമന്ദിരത്തിൻ്റെ പുള്ളിക്കാരൻ മരിക്കുന്നവരെയും ഈ ധ്യാനമന്ദിരത്തിൻ്റെ ബൃഹത്തായ ഈ ധ്യാനമന്ദിരത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മുഴുവനും അദ്ദേഹമായിരുന്നു കൈകാര്യം ചെയ്തത്. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവ്